ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മുട്ട ചേർക്കാത്ത ഒരു ചോക്ലേറ്റ് പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതിന് 2 ലെയർ ആണുള്ളത്, വൈറ്റ് ചോക്ലേറ്റ് ലെയറും ഡാർക്ക് ചോക്ലേറ്റ് ലെയറും. ഇന്ന് ആദ്യം വൈറ്റ് ചോക്ലേറ്റ് ലെയർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 500 ml പാല് കൂടി ഒഴിച്ച് ഇളക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനിയും ഈ മിശ്രിതം മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചു മാറ്റാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് കൂടി ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഈ മിശ്രിതം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ലതായി തിക്കായ ശേഷം നമുക്കിതൊരു മോൾഡിംഗ് പാനിലേക്ക് മാറ്റാം. അടുത്തതായി ഡാർക്ക് ചോക്ലേറ്റ് ലെയർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർക്കാം. അതിനുശേഷം 500 ml പാൽ ഒഴിച്ച് ഈ മിക്സ് നമുക്ക് നന്നായി യോജിപ്പിച്ച് എടുക്കാം. ഈ മിശ്രിതത്തിലെ കട്ടകളും തരികളും ഒക്കെ മാറാൻ വേണ്ടി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ഈ മിക്സിലേക്ക് 100 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ചേർക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഈ മിക്സ് ചൂടാക്കി എടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ മിശ്രിതം തിക്കായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി തിക്കാവുന്നിടം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഇത് നന്നായി തിക്കായിട്ടുണ്ട്. തിക്കായ ഈ മിശ്രിതം നമുക്ക് മോൾഡിംഗ് പാനിലേക്ക് മാറ്റാം.
പൂർണ്ണമായും ചൂടാറിയ ശേഷം ഇത് നമുക്ക് ഒരു രാത്രി ഫുൾ ഫ്രിഡ്ജിൽ വെക്കാം. ഒരു രാത്രി ഫുൾ ഫ്രിഡ്ജിൽ വെച്ച പുഡിങ്ങാണിത്. ഇത് മറ്റൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി നോക്കാം. അങ്ങനെ ഡബിൾ ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് പുഡിംഗ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.